ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 2ാം ക്ലാസ് ദുറൂസുൽ ഇസ്ലാമിലെ അദ്ദറസുസാബി ഫസ്റ്റ് പാർട്ടിലെ 7ാമത്തെ പാഠം ശുറൂത്തുസ് സ്വലാത്ത്, നിസ്കാരത്തിൻ്റെ ഷർത്തുകളാണ് നമ്മൾ ഈ പാഠത്തിൽ മനസ്സിലാക്കുന്നത്. നമുക്ക് പാഠഭാഗം മനസ്സിലാക്കാം, വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിസ്കാരം ശരിയാവണമെങ്കിൽ എന്താണ്? ഷർത്തുകളുണ്ട്. ആ ഷർത്തുകളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു പാട്ടാണല്ലേ വന്നത്, നമുക്ക് പാടാം. നിസ്കാരം ശരിയാവാൻ ഷർത്തുണ്ടല്ലോ, ഷർത്തുകൾ 5 പഠിക്കാമല്ലോ. ചെറുതും വലുതുമാ ശുദ്ധികളെ ശുദ്ധി വരുത്തിയിടൽ ഒന്നാണല്ലോ. സ്ഥലവും ശരീരവും വസ്ത്രമെല്ലാം ശുദ്ധി വരുത്തിയിടൽ 2ആണല്ലോ. ഔറത്ത് കാണാതിരിക്കും വീതം നന്നായി മറക്കലും 3ആണല്ലോ. ഓരോരോ നിസ്കാരത്തിൻ്റെ നേരം ആവലും അറിയലും 4ആണല്ലോ. പരിശുദ്ധ കഅബക്ക് നേരെ നിന്ന് നിസ്കാരം ചെയ്തിടൽ 5ആണല്ലോ. അപ്പോൾ നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ 5. എത്രയാണ്? നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ 5. ആ 5 ഷർത്തുകളാണ് നമ്മളിവിടെ ഓർഡറിൽ പാട്ടിലൂടെ മനസ്സിലാക്കിയത്. ഒന്ന് എന്താണ്? നിസ്കാരം ശരിയാവാൻ ഷർത്തുകളുണ്ട്. ഷർത്തുകൾ 5 എണ്ണം പഠിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഒന്നാമത്തത്, ചെറുതും വലുതുമായ അശുദ്ധികളിൽ നിന്ന് ശുദ്ധി വരുത്തൽ. ചെറുതും വലുതുമായ അശുദ്ധിയിൽ നിന്ന് ശുദ്ധി വരുത്തൽ, അതാണ് 1. ചെറുതും വലുതുമായ അശുദ്ധിയിൽ നിന്ന് ശുദ്ധി വരുത്തൽ 1. 2 എന്താണ്? സ്ഥലവും ശരീരവും വസ്ത്രവും എന്താണ്? ശുദ്ധി വരുത്തിയിടൽ 2. സ്ഥലവും ശരീരവും വസ്ത്രവും ശുദ്ധി വരുത്തിയിടലാണ് 2. മൂന്നാമത്തതോ? ഔറത്ത് കാണാതിരിക്കും വിധം, ഔറത്ത് കാണാത്ത രീതിയിലുള്ള വിധം നന്നായി മറക്കൽ, ഔറത്ത് മറക്കലാണ് മൂന്നാമത്തത്. ഔറത്ത് മറക്കൽ. 4 എന്താണ്? ഓരോ നിസ്കാരത്തിൻ്റെ നേരം ആവലും അറിയലും, അതായത് നിസ്കാരത്തിൻ്റെ സമയം ആയെന്നറിയൽ. 4ാമത്തത് നിസ്കാരത്തിൻ്റെ സമയം ആയെന്നറിയലാണ്. 5ാമത്തതോ? കിബിലയിലേക്ക് തിരിയൽ, പരിശുദ്ധ കഅബക്കു നേരെ നിസ്കാരം ചെയ്തിടൽ. അപ്പം എന്താണ്? കിബിലയിലേക്ക് തിരിയൽ. അങ്ങനെ നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ 5 എണ്ണം. 1 ചെറുതും വലുതുമായ അശുദ്ധിയിൽ നിന്ന് ശുദ്ധി വരുത്തൽ, സ്ഥലം ശരീരം വസ്ത്രം എന്നിവ ശുദ്ധി വരുത്തൽ, ഔറത്ത് മറക്കൽ, നിസ്കാരത്തിൻ്റെ സമയം ആയെന്നറിയൽ, പരിശുദ്ധ കഅബക്ക് നേരെ തിരിയൽ, അതായത് കിബിലക്ക് നേരെ തിരിയൽ. അപ്പോൾ 2 എഴുതാം കേട്ടോ, ഏതായാലും മതി, മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ 5. അപ്പോൾ അത് ഓർഡറിൽ പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പാട്ടായിട്ട് തന്നത്. അങ്ങനെ പഠിച്ചു വെച്ചാൽ നമുക്ക് 4ാമത്തത് ഏത് 2ാമത്തത് ഏത് എന്നൊക്കെ ചോദിച്ചാൽ നമുക്കൊന്ന് പാട്ട് പാടി നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ അത് എക്സാമിന് വരും. നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ 3ാമത്തത് ഏത്? അപ്പോൾ നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്. ഔറത്ത് കാണാതിരിക്കും വീതം നന്നായി മറക്കലും 3ആണല്ലോ. അപ്പോൾ 3ാമത്തത് ഔറത്ത് മറയ്ക്കുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ. അത് നന്നായി മനസ്സിലാക്കുക. അശുദ്ധികൾ 2 വിധം, ചെറുതും വലുതും ഉണ്ട്. ചെറുതും വലുതുമായ അശുദ്ധികളാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. പിന്നെ നിസ്കാരത്തിൽ എവിടെയൊക്കെ ശുദ്ധി വരുത്തണം? സ്ഥലം ശരീരം വസ്ത്രം, എവിടെയെല്ലാം ശുദ്ധി വരുത്തേണ്ടത്? സ്ഥലം ശരീരം വസ്ത്രം എന്നിവ ശുദ്ധി വരുത്തണം. നിസ്കാരത്തിൽ എവിടേക്ക് തിരിയണം എന്ന് ചോദിച്ചാലോ? പരിശുദ്ധ കഅബക്ക് നേരെ നിന്ന് വേണം നിസ്കരിക്കാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ മനസ്സിലാക്കാം. നമുക്കിതിൻ്റെ തദ്രിബാത്ത് നോക്കാം. തദ്രിബാത്തിൽ നമുക്കിവിടെ ശുറൂത്തുസ് സ്വലാത്ത്, നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ, അതിൻ്റെ നേരെ 5 ബലൂണായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ എഴുതണം. ഓരോന്നും പാഠഭാഗത്തിൽ നോക്കിയിട്ട് എഴുതണം. 1 ചെറുതും വലുതുമായ അശുദ്ധിയിൽ നിന്ന് ശുദ്ധി വരുത്തൽ. 2 എന്താണ്? സ്ഥലം ശരീരം വസ്ത്രം എന്നിവ ശുദ്ധി വരുത്തൽ. 3 ഔറത്ത് മറക്കൽ. 4
എന്താണ്? സമയം ആയെന്നറിയൽ. ഓരോ നിസ്കാരത്തിൻ്റെയും സമയം ആയെന്നറിയൽ. 5 കിബിലക്ക് തിരിയൽ, പരിശുദ്ധ കഅബക്ക് നേരെ നിന്ന് നിസ്കരിക്കൽ. അങ്ങനെ എഴുതും ചെയ്യാട്ടോ. പരിശുദ്ധ കഅബക്ക് നേരെ നിന്ന് നിസ്കരിക്കൽ. അപ്പോൾ നമുക്ക് അത്രയും കാര്യങ്ങൾ എഴുതി ഈ ബോക്സ് പൂർത്തിയാക്കുക. അപ്പോൾ അതൊന്നും ഞാനിവിടെ എഴുതിയിരുന്നില്ല. അത് നമുക്ക് പാഠഭാഗത്തിൽ ഇവിടുന്ന് ഇങ്ങനെ നോക്കി എഴുതിയാൽ മതി. ചെറുതും വലുതും അശുദ്ധികളെ ശുദ്ധി വരുത്തൽ, സ്ഥലവും ശരീരവും വസ്ത്രവും ശുദ്ധി വരുത്തൽ, ഔറത്ത് മറക്കൽ, പിന്നെ നിസ്കാരത്തിൻ്റെ നേരം ആയി എന്ന് അറിയൽ, പിന്നെ പരിശുദ്ധ കഅബക്ക് നേരെ നിസ്കരിക്കൽ. അങ്ങനെ 5 നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. ഇനി അടുത്ത് നമുക്ക് നുജിബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എത്ര? നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എത്രയാണ്? 5. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ 5. രണ്ടാമത്തെ ചോദ്യം, നിസ്കരിക്കുമ്പോൾ എവിടേക്ക് മുന്നിടണം? എവിടേക്കാണ്? കഅബക്കു നേരെ എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ നമുക്ക് കഅബക്കു നേരെ എന്ന് എഴുതാം, അല്ലെങ്കിൽ കിബിലയിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പാഠഭാഗത്തിൽ വരാത്തതുകൊണ്ട് നിങ്ങൾ കഅബക്കു നേരെ. എന്നാലും കുട്ടികൾ മനസ്സിലാക്കുക, കഅബയാണ് നമ്മുടെ കിബില. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ മുന്നത്തെ പാഠത്തിൽ? അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എഴുതാം, കഅബക്കു നേരെ. അടുത്തത് ഔറത്ത് എന്നാൽ എന്ത്? ഔറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരത്തിൽ മറക്കൽ നിർബന്ധമായ സ്ഥലങ്ങളാണ് ഔറത്ത്. നമ്മുടെ ശരീരത്തിൽ മറക്കൽ നിർബന്ധമായ സ്ഥലങ്ങൾക്കാണ് ഔറത്ത് എന്ന് പറയുന്നത്. മറക്കൽ നിർബന്ധമായ ഭാഗങ്ങൾക്ക് അങ്ങനെയൊക്കെ എഴുതാം കേട്ടോ. നമ്മുടെ ശരീരത്തിൽ മറക്കൽ നിർബന്ധമായ ഭാഗങ്ങളാണ് ഔറത്ത്, അങ്ങനെ എഴുതാം. അടുത്തതോ, നിസ്കരിക്കുന്നവർക്ക് എവിടെയെല്ലാം ശുദ്ധി വേണം? എവിടെയെല്ലാമാണ്? നമ്മൾ പറഞ്ഞു, സ്ഥലം, ശരീരം, വസ്ത്രം. നിസ്കരിക്കുന്നവർ സ്ഥലവും ശരീരവും വസ്ത്രവും ശുദ്ധി വരുത്തണം. ഇനിയാ 2 അശുദ്ധികൾ ഏതെല്ലാം? അശുദ്ധികൾ എത്ര ഏതെല്ലാം എന്ന് ചോദിക്കാം കേട്ടോ, മനസ്സിലാക്കണം. അപ്പോൾ 2 അശുദ്ധികൾ. ഏതൊക്കെയാണ്? ചെറിയ അശുദ്ധിയും വലിയ അശുദ്ധിയും. അശുദ്ധികൾ 2 വിധം. ഇനി എന്താണ്? ഉസ്താദിൻ്റെ സഹായത്തോടെ ഇവിടെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. എന്താണ്? പുരുഷൻ്റെ ഔറത്ത് ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ഔറത്ത് മറക്കൽ നിർബന്ധമായ ശരീരത്തിലെ ഭാഗങ്ങളാണ് ഔറത്ത്. അപ്പോൾ പുരുഷൻ്റെ ഔറത്ത് ഏതാണെന്നാണ്? മുട്ടുപൊക്കിളിൻ്റെ ഇടയിലുള്ള സ്ഥലമാണ്. മുട്ടുപൊക്കിളിൻ്റെ ഇടയിൽ. പുരുഷൻ്റേത് മുട്ടുപൊക്കിളിൻ്റെ ഇടയിലുള്ള ഭാഗമാണ് ഔറത്ത്. ഇനി സ്ത്രീയുടെ ഔറത്ത്. സ്ത്രീയുടെ ഔറത്ത് എന്താണ്? സ്ത്രീയുടെ ഔറത്ത് പറയുകയാണെങ്കിൽ ശരീരം മുഴുവനും ഔറത്താണ്. എന്നാൽ നിസ്കാരത്തിൽ മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയെല്ലാം ഔറത്താണ്. അപ്പോൾ അതങ്ങനെ മനസ്സിലാക്കാം. അപ്പോൾ നമുക്കിവിടെ സ്ത്രീയുടെ ഔറത്ത്. സ്ത്രീയുടെ ഔറത്ത് ഇവിടെ നിസ്കാരത്തിൻ്റെ ഷർത്ത് പറഞ്ഞതുകൊണ്ട് നമുക്ക് നിസ്കാരത്തിൽ മുഖവും മുൻകൈയും ഒഴിച്ച് ശരീരം മുഴുവനും സ്ത്രീയുടെ ഔറത്താണ്. അത് എഴുതാം. അന്യപുരുഷൻ്റെ ഇടയിൽ സ്ത്രീ ശരീരം മുഴുവനും മറയ്ക്കണം. അപ്പോൾ അത് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഇനി എന്താണ്? നുൻഷിൽ ജദ്വല ഷുറൂത്തി സ്വലാത്ത്. ആ പാട്ട് പാടി പഠിക്കാനാണ്. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ ബൈത്ത് പാടി പഠിക്കാനാണ്. ഇനി നക്തുബ് പകർത്തി എഴുതണം. ശുദ്ധി, ശുദ്ധി എന്ന് ഇവിടേക്ക് പകർത്തി എഴുതാം. പിന്നെ അശുദ്ധി, അശുദ്ധി അതുപോലെ മനസ്സിലാക്കിയിട്ട് എഴുതട്ടോ. പിന്നെ പരിശുദ്ധം, പരിശുദ്ധം അത് പകർത്തി എഴുതാം. നമുക്ക് കിതാബത്തെ എക്സാമിന് ശുദ്ധി എന്നതിൽ ഹ ഇല്ലാതൊക്കെ തരാം. അപ്പോൾ നമുക്ക് തിരിച്ചറിഞ്ഞ് എഴുതാൻ കഴിയണം. അശുദ്ധി, പരിശുദ്ധം, ഷീന് മാറി തരും കേട്ടോ. അങ്ങനെയൊക്കെ തന്നാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയണം ഏതാണ് ശരിയായത് എന്ന് മനസ്സിലാക്കി എഴുതി പഠിക്കാം. അപ്പോൾ ഇത്രയാണ് 7ാമത്തെ പാഠമായ ഷുറൂത്തു സ്വലാത്ത് എന്ന പാഠഭാഗത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി ഉപകാരപ്പെടുത്തുക. നിസ്കാരത്തിന് ഷർത്തുകൾ 5 ഓർഡർ പ്രകാരം തന്നെ പഠിക്കുക. അപ്പോഴാണ് നമുക്ക് 1ാമത്തേത് ഏത് 2ാമത്തേത് ഏത് എന്നൊക്കെ എക്സാമിന് ചോദിച്ചാൽ എഴുതാൻ കഴിയുള്ളൂ. എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.